എടപ്പള്ളി ഉണ്ട്. എടപ്പള്ളി മാമംഗലം അടുത്താണ്. ഇവിടെ ഒരു റോഡുണ്ട്, നോക്കാം. മോഡേൻ്റെ അടുത്താണ്, മോഡേൺ ബേർഡിൻ്റെ അടുത്താണ്. കണ്ണായത്ത് റോഡ് എന്ന് പറഞ്ഞിട്ടൊരു റോഡാണ്. നമുക്കിങ്ങനെ പോയി നോക്കാം. കണ്ണായത്ത് റോഡിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് അറിയണ്ടേ. വീടാണ് പി ജോസ്. വീടാണ്, തൊട്ട് ചേർന്ന വീടാണ്. സ്ഥലമുള്ള സ്ഥലത്ത് മുഴുവൻ വലിയൊരു വീട് വെച്ച് വന്നു. ഒരു മാളികക്കാരവിടെ ഇവിടെയൊക്കെ 90s വീടുകളാണ്. ഇവിടെ കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. കണ്ണായത്ത് തേർഡ് ക്രോസ് റോഡുണ്ട്. നമുക്ക് ഈ ലെഫ്റ്റ് ഒന്ന് പോയി നോക്കാം. തേർഡ് ക്രോസ് റോഡ് അപ്പുറത്തേക്കാണ്. നമുക്ക് ഈ വഴി പോകാം. അപ്പോൾ ഈ വഴി പോകാം നമുക്ക്. മറ്റ് ശൈലി ഇവിടെയൊക്കെ അത്യാവശ്യം റോഡ് വളരെ മോശമാണ്. കണ്ണായത്ത് റോഡ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകണമെന്നറിയില്ല. അതെല്ലാം അങ്ങോട്ട് പോയിട്ട് ബ്ലാക്കി ഞാൻ എന്തായാലും ഇത് ഇവിടുത്തുള്ളൂ കേട്ടോ. അങ്ങോട്ടൊരു വീടാണ്. റോഡാണെങ്കിലും ഇത്രയേ ഉള്ളൂ വഴി. അപ്പോൾ ഓക്കെ. കണ്ണായം റോഡിൽ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞു. കണ്ണായത്ത് തേർഡ് ക്രോസ് റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളൂ കേട്ടോ. നമുക്ക് ഈ വഴി പോകാനല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രകാശം ഇങ്ങോട്ടാണ്, ലൈറ്റ് ഇങ്ങോട്ടാണ്. എത്രത്തോളം ആവുമെന്നറിയില്ല. നമ്മൾ നഗരത്തിൻ്റെ നിശബ്ദ കോണുകൾ തേടിയുള്ള യാത്രയിലാണ്. ടി രമേഷ് ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു വൃത്തിയുള്ള സ്ഥലമാണ്. റോഡിൻ്റെ അരികിൽ ഇത്തിരി പുല്ലും സാധനമൊക്കെ പിടിച്ചത്. ഇവിടെ ഒരു ഫോർട്ട് ക്രോസ് റോഡ്. നമുക്ക് അതിലൊന്ന് പോയി നോക്കാം എങ്ങോട്ടാണ്. കുറച്ച് ദൂരമുള്ളൂ അങ്ങനെ. ഇവിടെ നിന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. ആ വീട് വരെ ഉള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ 90s വീടുകളാണ്. എല്ലാം മിക്കവാറും 90s വീടുകളാണ് ഭൂരിപക്ഷം. എന്നുവെച്ചാൽ വിൻറ്റേജ് ഹൗസ്. ലൈറ്റായിട്ട് അവിടെ പോയിട്ട് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകല്ലേ. റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അപ്പുറത്തെ റോഡിലെത്തും. കണ്ണായത്ത് റോഡ് കഴിഞ്ഞു. ലെഫ്റ്റിലേക്ക് പോവാം. പ്രീമിയർ വുഡ് ക്രാഫ്റ്റ് ഈ അടുത്ത് ഇഷ്ടമാണ്. പ്രീമിയർ വുഡ് ക്രാഫ്റ്റ് വുഡ് കൊണ്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടുന്ന് റൈറ്റ് കുറേ ഈ സമയം ഇച്ചിരി തിരക്കാം. അതിൻ്റെ അകത്ത് റോഡുണ്ട്. അങ്ങോട്ട് പോയാൽ അത് വീട്ടിലോട്ടുള്ള വഴിയായിരിക്കും. മുജിയത്ത് ലൈനാണ് കേട്ടോ. മുജിയാത്ത് ലൈൻ. ആ വീട്ടിലേക്കായിരിക്കും. അവിടം വരെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ.
വിജയാത്തിലേ ആയാലും വീട്ടുപേരെ ആയിരിക്കുമല്ലേ വിജയാത്ത് അവർ വീട്ടിലേക്കുള്ള വഴിയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി ആയിരിക്കും വിജയാത്തിലേ കുറച്ച് ദൂരമുണ്ട് ഏതൊരു വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉള്ളു അവിടെ തീർന്നു മുജിയാത്ത് ലൈൻ അവിടെ തീർന്നു മുജിയാത്ത് ലൈൻ കഴിഞ്ഞു ഇനി ഇവിടെ അടുത്തേക്ക് ലൈനുണ്ട് റോഡുണ്ട് എന്നിട്ട് അത് റൈറ്റാണ് തമ്പുരാട്ടിപ്പറമ്പ് ക്രോസ് റോഡ് ഏത് വഴി വേണം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ക്രോസ് റോഡാണ് നമുക്ക് തമ്പുരാട്ടിപ്പറമ്പ് ക്രോസ് റോഡ് പോവാം തമ്പുരാട്ടിപ്പറമ്പ് ക്രോസ് റോഡ് അതിൽ പോയിട്ട് അതിനെ നിങ്ങൾ തിരിച്ചു ഇതൊക്കെയുണ്ട് തമ്പുരാട്ടിപ്പറമ്പ് ക്രോസ് റോഡിലുള്ള കാഴ്ചകൾ ഇതൊക്കെ അത്യാവശ്യം പോസ്റ്റ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് മുതലുള്ള ആളാണ് കണ്ട നമുക്കറിയാൻ പറ്റും പണ്ട് മുതലുള്ള ആളുകളാണ് അങ്ങോട്ട് ലൈറ്റ് ആയതുകൊണ്ടേ ചിലപ്പോൾ കാണാൻ സാധ്യത കുറവാണ് നമുക്ക് ലെഫ്റ്റ് പോവാം ക്രോസ് റോഡിൽ വിശ്വറാം ലൈൻ ഒക്കെ ചെറിയ ചെറിയ ലൈനുകളായിരിക്കുള്ളൂ അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല വീട് അവിടെ ഒരു റോഡ് കാണുന്നുണ്ട് ഉള്ളിലോട്ട് പോവാം ചെറിയ ചെറിയ ഭാഗങ്ങളാണ് റൈറ്റ് പോവാം ലെഫ്റ്റ് പോയാൽ നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തും മെയിൻ റോഡിലെത്തും അമ്പത് വെച്ചിട്ട് പോലും രക്ഷയില്ല ഇഡലിക്കട കേട്ടോ മലയാളികളുടെയാണ് അത് വലിയ കുഴപ്പമുണ്ടാവില്ല ചപ്പ് ചവറുകളുണ്ട് ഇത് YMJ റോഡ് വഴി ഒന്നും കയറി നോക്കാം YMJ റോഡ് ഇതൊക്കെ പുതിയതായിട്ട് കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളും സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് ശ്രീ മൂകാംബിക കലാക്ഷേത്രം സ്കൂൾ ഓഫ് ഡാൻസ് ഓഫ് മ്യൂസിക് ഇവിടെയൊക്കെ വർക്ക് നടക്കണേ ഉള്ളൂ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നേ ഉള്ളൂ ഇവിടെ ഇതൊക്കെയാണ് പുതിയതായിട്ട് ബിൽഡിങ് വരുന്നേ ഉള്ളേ പഴയ ബിൽഡിങ്ങുകൾ അകത്തോട്ട് കയറിയിട്ടായിരിക്കും ഇതൊക്കെ പഴയ ആൾക്കാരാണ് റോഡിന് വീതി വിട്ടിപ്പേ അവരൊക്കെ പുറത്തേക്ക് ചാടി സ്പേസ് ഇല്ലാതെ പട്ടരുമടം ലൈൻ 2 പട്ടരുമടം ലൈനിൽ നമ്മൾ വന്നതല്ലേ പട്ടരുമടം ഇവിടെ ഉണ്ടോ പട്ടരുമടം ലൈനിൽ നമ്മൾ മുമ്പ് വന്നതാണോ വിറ്റ് പോണേ പട്ടരുമടം ലൈൻ 2 അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് റൈറ്റ് വല്ലതും തിരിയാണ്ടോ നോക്കാം ഇല്ല അല്ലേ അതുവരെ ഉള്ളൂ തോന്നുന്നു അഡ്വക്കേറ്റ്സിൻ്റെ ഇവിടെ അവിടം വരെ ഉള്ളൂ അത്രേ ഉള്ളൂ വീട്ടിലേക്കുള്ള പട്ടരമടം കഴിഞ്ഞ് ഇറങ്ങി ഇതൊക്കെ ഇഷ്ടംപോലെ സ്പേസുകളൊക്കെ ഉണ്ട് കേട്ടോ അറിയാം എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ ടൈലിട്ടില്ലെങ്കിൽ വഴിയില്ല നേരെ പോയി കഴിഞ്ഞാൽ അവിടം വരെ ഉള്ളൂ അതിൻ്റെ അങ്ങോട്ട് പോകണ്ട
ഇതും ഏതെങ്കിലും വീട്ടിലേക്ക് പോകുന്ന വഴിയാണോ എന്നറിയില്ല. ഹോട്ടലൊക്കെ ഹോട്ടൽ ബൈക്ക് വർക്ക് ഷോപ്പ്. ഇവിടെ എത്ര ഉള്ളൂ കണ്ടിട്ട്? അങ്ങോട്ടുണ്ട്. ചുള്ളിപ്പറമ്പിൽ ലൈൻ, ഇങ്ങനെ ചുള്ളിപ്പറമ്പിൽ ലൈൻ, അങ്ങനെ കുറേ ലൈനുകളുണ്ട്. ഇങ്ങനെ അകത്തേക്ക് ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഇട്ട്. ഇവിടെ ഇത്ര ഉള്ളൂ കേട്ടോ. മുട്ടക്കച്ചവടം ഹോൾസെയിൽ. IMG റോഡ് ബൈ ലൈൻ. നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല, അങ്ങനെ പോവുകയാണ്. നഗരത്തിൻ്റെ ഉൾപ്രദേശം. ഇവിടെ ഒരു വീട്ടിൽ ചെടികളൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഫോണടിക്കണ്ട, പതിയെ പോയാൽ മതി. ഫോണടിക്കാതെ പോയിട്ട് വിചാരിക്കണം. എങ്ങോട്ടാ പോണേ? എങ്ങനെ പോണേ? ഈ വഴി പോവാം. IMG റോഡ് സൗത്ത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് കിടപ്പുണ്ടേ IMG റോഡിൽ. ഇവിടെ നിന്ന് ഇത്ര ഉള്ളൂ നോണേ. ഇത്ര ഉള്ളൂ. അങ്ങോട്ട് എന്തോ അപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു വീടാണ്, കൊള്ളാം, നല്ലൊരു വീടാണ്. സംയാമ്മ. ഇതങ്ങോട്ട് കൊണ്ടുവരും. കൊള്ളാം, ഈ വീട് കൊള്ളാം. മോഡേൺ ആണെങ്കിലും ഒരു പ്രത്യേക വർക്കാണ് കേട്ടോ ഇവരുടെ. എൻ്റെ പില്ലറൊക്കെ വെച്ചിട്ട് അത് തേച്ചിട്ടില്ല, അത് അതേപോലെ തന്നെ നിലനിർത്തിക്കണം. അപ്പം അങ്ങനെ ഇവിടെയും അത്യാവശ്യം കോട്ടിയാടൊക്കെ വെച്ചിട്ടുള്ളൊരു വീട്. അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ലൈറ്റാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോകാം. അവിടെ വരെ എത്തുന്നറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്ട കാടാണ്. കാടല്ല, നമ്മുടെ വളർത്തിയൊന്നുമല്ല, തന്നെ കയറി വളർന്നും പോയി. ഇങ്ങനെ എത്ര വലിയ ഫോണൊക്കെ ഉണ്ട്. ആ വഴി പോവാം. സ്റ്റേഡിയം ലിങ്ക് റോഡ്, IMG സ്റ്റേഡിയം ലിങ്ക്. ഫുട്ബോളുണ്ട്. ഈ ഹോണടിക്കണമെന്ന് മനസ്സിലാവുന്നു. ആവശ്യമില്ലാതെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് കാര്യം പറഞ്ഞാൽ പോലെ. ഇവിടെ പിള്ളേർ കളിക്കണ്ടേ, അങ്ങോട്ട് കാണാൻ പറ്റില്ല. അഞ്ച് 7 ഫുട്ബോൾ, ബിഗ് ബോക്സ് ക്രിക്കറ്റ്. ബിഗ് ബോക്സാ, ബോക്സല്ല ബോക്സ്. ഫാമിലി ആൻഡ് കോർപ്പറേറ്റ് സ്പോർട്സ്. അവിടെ ചെന്ന് കാര്യം പറയണതിന് അവിടെ നിന്ന് ഫോൺ അടിക്കുകയാണ്. വെറുതെ പബ്ലിക് ന്യൂസൻസാണ് ശരി. ഫോൺ അടിന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഈ കാര്യമില്ല, ഫോൺ അടിക്കുക. ഫോണൊക്കെ അടിച്ചുകൊണ്ടില്ല. ഇപ്പോൾ ഇവിടെ 2 സ്റ്റേഡിയം ഉണ്ട്. ഇൻഡോർ സ്റ്റേഡിയം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർ. എന്താണ് പോട്ടെ, ശബ്ദമുഖരിതമായ അന്തരീക്ഷമായിട്ട്. പോട്ടെ. ഇതൊക്കെ വർക്കടക്കാണ്. ഇതൊക്കെ കുത്തിപ്പൊളിച്ച് റിനോവേഷൻ നടക്കുകയാണ് വീടിൻ്റെ. കൊട്ട അവിടെ കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ വഴി പോയതാണോ? അല്ലല്ലോ. എന്നാലും പോവാം.
എടപ്പള്ളി നമ്മൾ മോഡേണിൻ്റെ അടുത്ത് നിന്നാണ് കയറിയിട്ടുള്ളത്. എടപ്പള്ളി മോഡേൺ. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഏതൊരു റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ല അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോയാൽ നമ്മൾ സിറ്റിയിൽ അകത്തോട്ട് എടുക്കും. ഇതിപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിന് മുമ്പിൽ എത്തില്ല. അങ്ങനെ അവിടെ ചെന്നാണ് സ്റ്റേഡിയം ഉള്ളു. നമ്മൾ മോഡേണിൻ്റെ അടുത്തുനിന്നല്ലേ കയറി. എന്നാലും അവിടെ സിറ്റി അടുക്കാറായി നടത്താം. വണ്ടികളുടെ തിരക്ക് കണ്ട, തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും സിറ്റി എടുക്കാറായിട്ടുണ്ട്. സിറ്റി ഉണ്ട്. ഇത് ഇവിടെ എത്തിയല്ലേ. ഈ വാട്ടർ അതോറിറ്റിയുടെ ഇതാണ് കോട്ടേഴ്സ്. ഈ ലെഫ്റ്റ് കാണുന്നത്. ഇവിടെ എത്തിയല്ലേ. അപ്പം നേരെ കാണുന്നത് സ്റ്റേഡിയം ഉണ്ടോ. സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തിൻ്റെ വസന്ത് നഗറാണ്. പറയുന്നത്. മുകളിൽ മെട്രോ പോകുന്നുണ്ട്. ഇവിടെ മെട്രോ ലൈനിൻ്റെ സ്റ്റേഷൻ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണ്. ഇവിടെയാണ് വർക്ക് കിടക്കണം അല്ലേ വഴി. അപ്പോൾ നമ്മൾ വീണ്ടും നഗരത്തിൻ്റെ തിരക്കിലേക്ക് കയറിയിട്ടാണ്. നമുക്ക് തിരക്കിലോട്ട് കയറിയിട്ട് കാര്യമില്ല. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ് വന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് തിരിയാൻ പറ്റും. അതാണ് എളുപ്പം. തിരിച്ചു പോവാം. തിരിച്ചു പോയിട്ട് ക്യാൻസർ കൊടുക്കും. ഇപ്പം നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് വീണ്ടും നമ്മൾ കയറണേ. വഴി തിരിച്ചു പോയിട്ട് നമുക്ക് ലെഫ്റ്റ് വഴി ഉണ്ടെങ്കിൽ അതിൽ കയറാം. പ്രദേശത്ത് പോകുന്നല്ലോ. അല്ല അങ്ങനത്തെ തിരക്കൊക്കെ നമ്മൾ കണ്ട് എല്ലാവരും കാണുന്നതാണ്. ഉൾപ്രദേശത്ത് എന്താണെന്ന് അറിയാം. അവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ. അതും ഏതെങ്കിലുമൊക്കെ വീടുകളിലേക്കുള്ളതായിരിക്കും അല്ലേ. നമ്മൾ വന്നത് ശരിക്കും ഈ വഴി ഞങ്ങൾ പോവാറ്. ഈ വഴി പോയാൽ പറ്റും. അതിന് വഴി പോകാം. അമ്പത് ഈ വഴി തന്നെ. ഓക്കെ.